ഹലോ എവരി വൺ, യൂണിറ്റ് 4 ആണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. മേൽ ജോൾ എന്ന് പറഞ്ഞാൽ ബന്ധം. ഫസ്റ്റ് പേജ് ഇങ്ങനെയാണ് കാണുന്നത് അല്ലേ. ഇവിടെ നമ്പേഴ്സ് ഉണ്ട്, മന്ത്സ് ഉണ്ട്, പിന്നെ നിങ്ങളുടെ പേരും ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ എഴുതാനുള്ള ഒരു സ്പേസും ഉണ്ട്. പിന്നെ ഒരു കുട്ടി ഒരു കാർഡൊക്കെ പിടിച്ചിട്ട് നിൽക്കുന്നുണ്ട് അല്ലേ. മേം നിമ്മി ഹൂം 10 അഗസ്റ്റ് 2012 മേരാ ജന്മദിൻ ഹേ. ഞാൻ നിമ്മിയാണ്. എൻ്റെ ജന്മദിനം ആഗസ്റ്റ് 10, 2012 ഇവിടെ നമ്മൾ നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട് 30 വരെ. അപ്പോൾ ഇതെല്ലാവരും നന്നായിട്ട് വായിക്കാനും എഴുതാനും പഠിക്കാം. ഓക്കെ. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30. അതുപോലെ മാസങ്ങളും കൊടുത്തിട്ടുണ്ട്. ഇംഗ്ലീഷ് മാസത്തിൽ നിന്ന് വലിയ വ്യത്യാസമൊന്നുമില്ല, ചെറിയ വ്യത്യാസങ്ങളുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് പഠിക്കാനും ഈസി ആയിരിക്കും കേട്ടോ. ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ആഗസ്റ്റ്, സിതംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ. ഫസ്റ്റ് പേജിൽ നമ്മൾ കണ്ടില്ലേ ഇങ്ങനെ ഒരു സ്പേസ്, ലിഖേം അപ്പനാ നാം ഔർ ജന്മദിൻ. ഇവിടെ നിങ്ങളുടെ പേരും ഡേറ്റ് ഓഫ് ബർത്തും എഴുതാം. മേം എന്താണ് പേര് അതെഴുതാം. മേരാ ജൻ ഡേഷ് കോ ഹുവ. അപ്പോൾ നമ്മൾ പഠിക്കാൻ പോണത് സ്റ്റോറിയാണ്, കഹാനിയാണ്. ഷിറാസ് ഹുസൈൻ എഴുതിയിട്ടുള്ള ഒരു കഹാനിയാണ്. തും ജിയോ ഹസാരോം സാൽ കെ ദിൻ ഹോ 50,000. നിങ്ങൾ 1000 വർഷം ജീവിക്കട്ടെ, വർഷത്തിൽ 50,000 ദിവസം ഉണ്ടാവട്ടെ. ഇവിടെ ഷിറാസ് ഹുസൈനെ കുറിച്ച് കൊടുത്തിട്ടുണ്ട്, അതൊന്ന് നമുക്ക് വായിച്ചു നോക്കാം. ഷിറാസ് ഹുസൈൻ एक बहुविषयक दृश्य कलाकार है. शिराब ख्वाब तन्हा कलेक्टिव के संस्थापक कलाकार है. वे बाल पत्रिकाओं के लेखक और चित्रकार भी हैं. उन्होंने जामिया मिलिया विश्वविद्यालय के ललित कला विभाग में कई वर्षों तक व्यावहारिक कलाएं लिखाई है. हाल ही में वे मिर्ज़ गालिब पर बच्चों के लिए किताब बनाने में लगे हैं. നമുക്ക് സ്റ്റോറി നോക്കാം. നിമ്മിക്ക കൽ ബർത്ത്ഡേ था. ഇന്നലെ നിമ്മിയുടെ ബർത്ത്ഡേ ആയിരുന്നു. ആജ് സുബഹ് സേ വോ തോഹഫോं को गोल गोल कर देखने में लगी है. ഇന്ന് നിമ്മിക്ക് തിരക്കാണ്. എന്തിൻ്റെ തിരക്കാണ്? അവൾക്ക് കിട്ടിയ ഗിഫ്റ്റൊക്കെ തുറന്ന് നോക്കണതിൻ്റെ തിരക്കിലാണ് നിമ്മി. രാവിലെ തന്നെ അതൊക്കെ തുറന്ന് നോക്കുകയാണ്. വിനോദ് അങ്കിൾക്ക ദിയ ബർത്ത്ഡേ കാർഡ് ബഹുത്ത് സുന്ദരത. ഒരുപാട് ഗിഫ്റ്റൊക്കെ കിട്ടിയിട്ടുണ്ട്. അതിൽ അവളുടെ വിനോദ് അങ്കിള് കൊടുത്തിട്ടുള്ള ബർത്ത്ഡേ കാർഡ്, അത് നല്ല ഭംഗിയുള്ള ഒരു ബർത്ത്ഡേ കാർഡാണ് വിനോദ് അങ്കിള് കൊടുത്തിട്ടുള്ളത്. ഉസ് പർ ഏക് കാർട്ടൂൺ ബനാദ ഔർ ലിഖാദ. ആ ബർത്ത്ഡേ കാർഡുമ്മേ ഒരു കാർട്ടൂൺ വരച്ചിട്ടുണ്ട്, പിന്നെ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. എന്താണ്? തും ജിയോ ഹസാരോം സാൽ കെ ദിൻ ഹോ 50,000. നിങ്ങൾ 1000 വർഷം ജീവിക്കട്ടെ, വർഷത്തിൽ 50,000 ദിവസം ഉണ്ടാവട്ടെ. ഇങ്ങനെ എഴുതിയിട്ടുണ്ട് ഈ ബർത്ത്ഡേ കാർഡുമ്മേ. പിന്നെ ഒരു കാർട്ടൂണും വരച്ചിട്ടുണ്ട്. അവളുടെ വിനോദ് അങ്കിൾ കൊടുത്തിട്ടുള്ള ഒരു ഗിഫ്റ്റാണ് ഈ ബർത്ത്ഡേ കാർഡ്. ഹേ ये कैसी कविता हुई. वह कुछ उलझी सुलझी सी नाना के पास दौड़ी. ഈ കാർഡുമ്മ എഴുതിയിട്ടുള്ള ഈ 2 വരി കവിത വായിച്ചപ്പോൾ നമ്മുടെ നിമ്മിക്ക് ആകെ ആശയക്കുഴപ്പമായി. ഇതെന്തൊരു കവിതയാണ്. അപ്പോൾ അത് പിടിച്ച് അവളുടെ നാനാടെ അടുത്തേക്ക് ഓടി. നാന എന്ന് പറഞ്ഞാൽ മുത്തശ്ശൻ.
उन्हें कार्ड दिखाया और बोली, नाना पर 50,000 तो बहुत ज़्यादा होता है ना. അപ്പോൾ ആ കാർഡ് കാണിച്ചു കൊടുത്തിട്ട് മുത്തശ്ശനക്ക് കാണിച്ചു കൊടുത്തിട്ട് ചോദിക്കുകയാണ്, മുത്തശ്ശ ഈ 50,000 വർഷം എന്ന് പറഞ്ഞാൽ ഒരുപാട് കൂടുതലല്ലേ. ഇത്തനെ സാൽ കോൻ ജീത്താ ഹേ. ഇത്ര വർഷം ആരെങ്കിലും ജീവിക്കോ? ഈ 50,000 വളരെ കൂടുതലല്ലേ, ഇത്ര വർഷം ആരെങ്കിലും ജീവിക്കോ? നാനാനെ കഹാ യഹ് തോ ഏക് തരഹ് കി ദുആ ഹെ. അപ്പോൾ മുത്തശ്ശൻ തിരിച്ച് മറുപടി പറഞ്ഞു കൊടുക്കുകയാണ്, എന്താണ് ഇത്, എന്താണ് ഇത്ര വർഷം ഒരാൾ ജീവിച്ചിട്ടല്ല, ഇതൊരു തരം പ്രാർത്ഥനയാണ്, ദുആ ആണ്. മത്ലബ് കുച്ച് ഏസാ കാം കർ ജാओ കി ദുനിയ ആപ്കോ ഹമേശ യാദ് രഖേ. മുത്തശ്ശൻ നിമ്മിക്ക് പറഞ്ഞു കൊടുക്കുകയാണ്, അതായത് നമ്മൾ ഈ ലോകത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്താൽ ഈ ലോകം നമ്മളെ ഒരുപാട് കാലം ഓർക്കും. മത്ലബ് അപ്പോഴും നമ്മുടെ നിമ്മിക്ക് മനസ്സിലായിട്ടില്ല. അപ്പോൾ എന്താ മുത്തശ്ശ? നിമ്മീനെ ജര ആകെ ആക്കർ പൂച്ച. ഒന്നും കൂടി മുന്നോട്ട് വന്നിട്ട് നിമ്മി ചോദിക്കുകയാണ്, എന്താ? मतलब जैसे मदर तेरेसा, अमीर खुसरो या गांधी जी, ये लोग आज जिंदा नहीं है, पर इन्हें सब आज भी याद रखते हैं. അപ്പോൾ മുത്തശ്ശൻ ഒന്നും കൂടി നിമ്മിയുടെ ഡൗട്ട് ക്ലിയർ ചെയ്ത് കൊടുക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ എക്സാമ്പിളായിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്, മദർ തെരേസ, അമീർ ഖുസ്രു, ഗാന്ധിജി ഇവരൊന്നും ഇന്ന് ഈ ലോകത്ത് ജീവിച്ചിരിപ്പില്ല, പക്ഷേ ഇവരുടെ ഓർമ്മകൾ ഇന്നും നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പറഞ്ഞു കൊടുത്തപ്പോൾ നിമ്മിക്ക് ഒരുവിധം മനസ്സിലായിട്ടുണ്ട്. ഗാന്ധിജിയും മദർ തെരേസനെ കുറിച്ചും ഗാന്ധിജിയെക്കുറിച്ചും അമീർ ഖുസ്രുവിനെ കുറിച്ചൊക്കെ നമുക്ക് അറിയാം അല്ലേ. എത്രയോ വർഷമായി അവരെല്ലാം മരിച്ചു പോയിട്ടോ, പക്ഷെ അവരുടെ ഓർമ്മകൾ ഇന്നും നമുക്ക് ഇവിടെ ഉണ്ട്, നമുക്ക് എല്ലാവർക്കും അവരെക്കുറിച്ച് അറിയാം. അതുപോലെ നല്ല കാര്യങ്ങൾ ചെയ്താൽ നമ്മുടെ ഓർമ്മകൾ എന്നും നിലനിൽക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ബാക്കി ഭാഗം നെക്സ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞു തരാം കേട്ടോ. ഇതിൻ്റെ ബാക്കി ഭാഗവും അതിൻ്റെ ആക്ടിവിറ്റീസും. അപ്പോൾ ഇതുവരെ എല്ലാവരും നന്നായി റീഡ് ചെയ്ത് നോക്കാം. ഓക്കെ, താങ്ക് യു.